ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവപ്പുട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്കോട്ട് വെള്ളം ആഡ് ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മാവും 1.5 കപ്പ് വെള്ളവുമാണ്. നമുക്ക് ഈ വെള്ളത്തിലേക്കോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത അരിമാവാണേ. ഒരു മിക്സി ജാറിലേക്കോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കോട്ട് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്കോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്കോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കോട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കണവ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കണവയിലോട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈർക്കിൽ കുത്തിയെടുക്കണം. ഇനി നമുക്ക് ഈ കണവയിലേക്കോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല ഇട്ട് വച്ചേക്കുന്ന കണവയെല്ലാം ഇതിലേക്കോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുക്കറിലിട്ട് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ കണവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നല്ലതുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ബൈ ബൈ.